ഹായ്, ഞാനിപ്പോൾ ഇത് എറണാകുളം ജില്ലയിലുള്ള കളമശ്ശേരി ബസ് സ്റ്റോപ്പിലാണ്. എൻ്റെ ഇന്നത്തെ യാത്ര സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സൺറൈസ് സ്പോട്ടുകളിലൊന്നായ കൊളുക്കുമലയിലേക്കാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോധിനായിക്കനൂർ താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കൊളുക്കുമലയെങ്കിലും ഇവിടേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് നമ്മുടെ മൂന്നാറിലെ സൂര്യനെല്ലി വഴിയാണ് നിലവിലിപ്പോൾ കൊളുക്കുമലയിലേക്കുള്ള പ്രവേശനമുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7130 അടി ഉയരത്തിലാണ് കൊലുക്കുമല സ്ഥിതി ചെയ്യുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്നവരുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള മെയിൻ സ്പോട്ടുകളൊന്നായിരിക്കും നമ്മളിന്ന് പോകുന്ന കൊലുക്കുമല. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് കൊലുക്കുമലയിൽ നിന്നുള്ള സൂര്യോദയം. കാരണം അത്രയ്ക്ക് മനോഹരമാണ് അവിടെ നിന്നുള്ള സൂര്യോദയം കാണാൻ. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ദിവസവും കൊലുക്കുമലയിലേക്ക് പോകുന്നത്. കൊലുക്കുമലയിലേക്ക് ഒരുപാട് പാക്കേജുകൾ ഉണ്ടെങ്കിലും ഞാൻ പോയത് പാക്കേജ് ഒന്നുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറഞ്ഞുതരാം. സമയം ഉച്ചയ്ക്ക് 1:30 നമുക്ക് ആദ്യം കൊലുക്കുമലയുടെ ബേസ് വില്ലേജായ മൂന്നാറിലുള്ള സൂര്യനെല്ലി എന്ന വില്ലേജിലേക്ക് എത്തണം. എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 സൂര്യനെല്ലിയിലേക്ക് ഒരു KSRTC ബസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിലാണ് ഞാൻ സൂര്യനെല്ലിയിലേക്ക് പോയത്. ഉച്ചയ്ക്ക് വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ കാക്കനാട് നിന്ന് സൗത്ത് KSRTC വരെ പോകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ബസ് മിസ്സാവും. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ കളമശ്ശേരിയിലേക്ക് വന്നത്. പിന്നെ ഈ ഒരു യാത്ര ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. കസിൻസും സിസ്റ്റേഴ്സും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ടോട്ടൽ 6 പേരുണ്ടായിരുന്നു. അതിൽ 4 പേർ ഓൾറെഡി സൗത്തിൽ നിന്ന് തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബാക്കി ഞങ്ങൾ 2 പേരാണ് കളമശ്ശേരിയിൽ വെയിറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ? പിന്നെ ഫുൾ സെറ്റല്ലേ? വീഡിയോയിൽ പുള്ളിനെ കണ്ടിട്ടുണ്ടാവും. അവസാനമായിട്ട് ഞാൻ മീശപ്പുലി മലയ്ക്ക് വിളിച്ചു, പക്ഷെ വന്നില്ല കേട്ടോ. ബാക്കി വേറെ എവിടേക്ക് വന്നിട്ടുണ്ട്, മീശപ്പുലി മലയ്ക്ക് വിളിച്ചപ്പോൾ വന്നില്ല, പക്ഷെ അത് അടിപൊളിയായിരുന്നു. അതെ, ഫുള്ള് സെറ്റല്ലേ? ഓഫീസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങനെ തൂക്കിയിട്ട് വന്നതാണ്. ബാഗും ലാപ്പൊക്കെ ഉണ്ട്. ബാഗ് എന്തായാലും ഞങ്ങളോട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു ബസ് വരും, അതാണ് തോന്നുന്നു കേട്ടോ. ഇതാണോ ഇതാണോ? ആ അതിനെ തടുത്തു. അങ്ങനെ 1:30 നമ്മുടെ ബസ് വന്നു. ഈ ബസ് ഇന്ന് കുറച്ച് ലേറ്റാണ്. സാധാരണ 1:15 ആകുമ്പോൾ ഈ ബസ് കളമശ്ശേരിയിലേക്ക് എത്തുന്നു. നിങ്ങൾ കഴിച്ചു. എറണാകുളം സൗത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉച്ചയ്ക്ക് 12:40 എടുക്കുന്ന ഈ ഒരു ബസ് വൈകുന്നേരം 6:30 സൂര്യനെല്ലിയിലേക്ക് എത്തും. കളമശ്ശേരിയിൽ നിന്ന് സൂര്യനെല്ലി വരെ ഒരാൾക്ക് 173 രൂപയാണ് ബസ് ചാർജ്. നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ റൂട്ടെന്ന് പറയുന്നത് എറണാകുളത്ത് നിന്ന് ആരംഭിച്ച് ആലുവ, പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം വഴി സൂര്യനെല്ലിയിലേക്കാണ്. നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ അവസാന സ്റ്റോപ്പ് സൂര്യനെല്ലിയാണ്. ഇന്ന് രാത്രി സൂര്യനെല്ലിയിൽ സ്റ്റേ ചെയ്ത് നാളെ രാവിലെയാണ് നമ്മൾ കൊലുക്കുമലയിലേക്ക് പോകുന്നത്. എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് നിരവധി ബസ് സർവീസുകളുണ്ടെങ്കിലും സൂര്യനെല്ലിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ബസ് സർവീസ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ കൊലുക്കുമലയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് KSRTCയുടെ ഈ ഒരു ബസ് സർവീസ്. അല്ലെങ്കിൽ പിന്നെ മൂന്നാർ വരെ വന്ന് അവിടുന്ന് ജീപ്പിലോ ടാക്സിയിലോ നമുക്ക് സൂര്യനെല്ലി വരെ പോവാം. പക്ഷേ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. കാരണം മൂന്നാറിൽ നിന്ന് സൂര്യനെല്ലി വരെ 23 കിലോമീറ്റർ ഉണ്ട്. സൂര്യനെല്ലിയിലേക്ക് മൂന്നാറിൽ നിന്ന് അധികം ബസ് സർവീസുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന ബസ് സർവീസ് തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിലെത്തി. സമയം 2:30. നമ്മുടെ ബസ് ഇവിടെ ഒരു 5 മിനിറ്റ് നിർത്തിയിടും. അതുകൊണ്ട് തന്നെ വാഷ്റൂമിൽ പോകേണ്ടവർക്കൊക്കെ ഇവിടെ നിന്ന് വാഷ്റൂമിൽ പോവാം. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ കോതമംഗലത്തും അടിമാലി ബസ് സ്റ്റാൻഡിലും ഒരു 5 മിനിറ്റ് നിർത്തിയിടും. അവിടെയും വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു ബസ് ഫുഡ് കഴിക്കാനായി എവിടെയും നിർത്തില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് കയറുന്ന സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം കയറാൻ. ഈ കാണുന്നത് നേര്യമംഗലം പാലമാണ്. മൂന്നാറിലേക്കുള്ള കവാടമാണ് ഈ ഒരു നേര്യമംഗലം പാലം. ഇനി ഇവിടുന്ന് മൂന്നാറിലേക്ക് 50 കിലോമീറ്ററും സൂര്യനെല്ലിയിലേക്ക് ഏകദേശം 73 കിലോമീറ്ററും ദൂരമുണ്ട്. പോകുന്ന വഴി കുറേ സ്ഥലങ്ങളിലൊക്കെ റോഡ് പണിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കൊലുക്കുമലയിലേക്ക് പോകാൻ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മളീ പോകുന്ന പോലെ തലേ ദിവസം സൂര്യനെല്ലിയിൽ പോയി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം കൊലുക്കുമലയിലേക്ക് പോയി തിരിച്ചു വരാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രാവിലെ 4 മണിക്ക് സൂര്യനെല്ലിയിലെത്തി അവിടുന്ന് ഡയറക്റ്റ് പാസ് എടുത്ത് കൊലുക്കുമലയിലേക്ക് പോയി വരാം. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് രാവിലെ 4 മണിക്ക് സൂര്യനെല്ലിയിലേക്ക് എത്താൻ ബസ് സർവീസുകളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തലേ ദിവസം പോയി സ്റ്റേ ചെയ്യുന്നത്. പിന്നെ സൂര്യനെല്ലിയിൽ നിന്ന് കൊലുക്കുമലയിലേക്ക് നമുക്ക് ജീപ്പ് എടുത്തിട്ട് വേണം പോകാൻ. ഏകദേശം 10 കിലോമീറ്ററോളം ഉണ്ട്. അതിൽ 7 കിലോമീറ്ററോളം കട്ട് ഓഫ് റോഡാണ്.
കൊലുക്കുമലയിലേക്ക് പോകാൻ നിരവധി പാക്കേജുകളുണ്ടെങ്കിലും പാക്കേജൊന്നുമില്ലാതെ ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് നമ്മളിപ്പോൾ കൊലുക്കുമലയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെല്ലിയിൽ നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനുള്ള റൂമും അതേപോലെ നാളെ രാവിലെ കൊലുക്കുമലയിലേക്ക് പോകാനുള്ള ജീപ്പും നമ്മൾ നേരത്തെ തന്നെ വിളിച്ച് സെപ്പറേറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നാറിലെത്തി. റൈറ്റ് സൈഡായി കാണുന്നത് മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡാണ്. സമയം വൈകുന്നേരം 5:30 ഇവിടെ നിന്ന് സൂര്യനെല്ലിയിലേക്ക് 23 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 45 മിനിറ്റ് എടുക്കും നമ്മൾ മൂന്നാറിന് സൂര്യനെല്ലിയിലേക്ക് എത്താൻ. പിന്നെ ഞങ്ങൾ പോയത് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വീക്കെൻഡ് ആണെങ്കിൽ മൂന്നാറിലും അതേപോലെ കൊലുക്കുമലയിലുമെല്ലാം അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ഈ കാണുന്ന ലെഫ്റ്റിലേക്കുള്ള വഴി നേരെ പോയാൽ നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്കും അതേപോലെ വട്ടവടയിലേക്കും എത്താം. എറണാകുളത്ത് നിന്ന് വട്ടവടയിലേക്കുള്ള KSRTC ബസ് യാത്രയുടെ വിശദമായ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മൂന്നാർ ടൗണിൽ നിന്നും നമ്മുടെ ഈ ഒരു ബസ്സിൽ ഒരുപാട് പേർ കയറുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ പേരും സൂര്യനെല്ലിക്കുള്ളവരാണ്. നമ്മുടെ ഈ ഒരു ബസ് മൂന്നാറിന് ദേവികുളം, ഗ്യാപ്പ് റോഡ്, ചിന്നക്കനാൽ വഴിയാണ് സൂര്യനെല്ലിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് അവിടെ നിന്നുള്ള ആ കാഴ്ച കാണാൻ. ഈ കാണുന്നത് മൂന്നാർ ദേവികുളത്തുള്ള ടോൾ പ്ലാസയാണ്. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഈ റൂട്ടിലൂടെ വരുന്നത്. ചൊക്രമുടി ട്രക്കിങ്ങിനും അതേപോലെ തന്നെ തേനിയിലേക്കുള്ള KSRTCക്കും പോകുന്ന സമയത്തും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാം വിശദമായ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എത്ര കണ്ടാലും മതിവരാത്ത മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഗ്യാപ്പ് റോഡിലെ കാഴ്ചകളാണ്. മൂന്നാറിലിപ്പോൾ KSRTCയുടെ ഡബിൾ ഡക്കർ സൈറ്റ് സീയിങ് ബസ് ഓടി തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡബിൾ ഡക്കർ സൈറ്റ് സീയിങ് ബസ്സിൽ കയറാൻ സാധിക്കൂ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു യാത്ര പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേരൊക്കെ പറയുന്നുണ്ട് എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് അവരെയും കൂടി വിളിക്കാൻ. അപ്പോൾ ആ ഒരു ഡബിൾ ഡക്കർ ബസ്സിൽ വരാൻ താല്പര്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. ഈ കാണുന്ന ഹൈവേൻ്റെ സൈഡിലുള്ള ചിന്നക്കനാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് സൂര്യനെല്ലിയിലേക്ക് പോകുന്നത്. റൈറ്റിലേക്ക് പോകുന്നത് ബോധനായിക്കിനോർ തേനിയിലേക്കുള്ള റൂട്ടാണ്. ഇവിടെ നിന്ന് സൂര്യനെല്ലിയിലേക്ക് 5 കിലോമീറ്റർ ഉണ്ട്. ഇതുവരെ നമുക്ക് മൂന്നാറിന് നിരവധി ബസ് സർവീസുകളുണ്ട്. അതായത് തേനിയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ഈ റൂട്ടിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഉള്ളിലേക്കാണ് അധികം ബസ് സർവീസ് ഇല്ലാത്തത്. സൂര്യനെല്ലിക്കുള്ള ഈ റൂട്ടിൽ കയറിയത് നമുക്ക് റൈറ്റ് സൈഡായിട്ട് ആനയിറങ്ങൽ ഡാമിൻ്റെ മനോഹരമായ കാഴ്ച കാണാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് മൂന്നാറൊന്നും വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കൊലുക്കുമലയിലേക്ക് വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വീക്കെൻഡുകളിലൂടെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ വീക്കെൻഡിൽ വന്നു വെച്ചാൽ നമുക്ക് ചിലപ്പോൾ റൂം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല മെയിനായിട്ട് നമുക്ക് രാവിലത്തെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകളൊന്നും നമുക്ക് നേരെ ആസ്വദിക്കാൻ സാധിക്കില്ല. കാരണം അത്രയ്ക്കും റഷ് ആയിരിക്കും അവിടെ. അതുകൊണ്ട് തന്നെ കൊലുക്കുമലയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരൊക്കെ മാക്സിമം വീക്കെൻഡിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബസ്സിന്റെ അവസാന സ്റ്റോപ്പായ സൂര്യനെല്ലിയിലേക്ക് എത്തി. സമയം 6:30 പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വന്നാലും നമുക്ക് ഈ സൂര്യനെല്ലി വില്ലേജ് വരെ വരാൻ മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഇവിടെ നിന്ന് കൊലുക്കുമലയിലേക്ക് ഇവിടെ നിന്നുള്ള ജീപ്പുകളിൽ മാത്രമേ പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ രാവിലെ കൊലുക്കുമലയിലേക്ക് പോകാനുള്ള ഒരു ജീപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. സൂര്യനെല്ലിയിൽ നമുക്ക് കൊലുക്കുമലയിലേക്കുള്ള ഒരുപാട് പാക്കേജുകൾ ലഭ്യമാണ്. രാത്രിയിലെ ഫുഡും ടെന്റ് സ്റ്റേയും പിറ്റേ ദിവസത്തെ ജീപ്പ് സഫാരിയും രാവിലത്തെ ഫുഡും അടക്കം ഒരാൾക്ക് 1800 രൂപയാണ് മിക്ക പാക്കേജുകളിലും വരുന്ന എമൗണ്ട്. പക്ഷേ ഞങ്ങൾ പോയത് ഈ ഒരു പാക്കേജൊന്നുമില്ലാതെ സെപ്പറേറ്റ് ജീപ്പും അതേപോലെ തന്നെ സെപ്പറേറ്റ് സ്റ്റേയും എടുത്തായിരുന്നു.
ഇതാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്ന ജീപ്പ്. സൂര്യനെല്ലിയിൽ നിന്ന് കൊലുക്കുമലയിലേക്ക് പോയി തിരിച്ച് സൂര്യനെല്ലിയിലേക്ക് വരാൻ 6 പേർക്ക് 3000 രൂപയാണ് ഒരു ജീപ്പിന് വരുന്ന ചാർജ്. നമ്മൾ ബസ് ഇറങ്ങി അവിടുന്ന് ബുക്ക് ചെയ്ത റൂമിന്റെ അവിടേക്ക് പുള്ളിക്കാരൻ നമ്മളെ ജീപ്പിൽ കൊണ്ട് വിട്ടുതരും. ഇതിനിപ്പോൾ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബസ് ഇറങ്ങി അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മൾ ബുക്ക് ചെയ്ത റൂമിന്റെ അവിടേക്ക്. നമ്മളിപ്പോൾ രാവിലെ ഡയറക്റ്റ് സൂര്യനെല്ലിയിലേക്ക് വന്ന് കൊലുക്കുമലയിലേക്കുള്ള ജീപ്പ് എടുക്കുകയാണെങ്കിലും 6 പേർക്ക് ഒരു ജീപ്പിന് 3000 രൂപ തന്നെയാണ് വരുന്ന എമൗണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ റൂമിലേക്ക് എത്തി. നമ്മളവിടെ വെച്ച് കാസർഗോഡ് നിന്നുള്ള 4 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരവിടെ ടെന്റ് സ്റ്റേ ഉള്ള പാക്കേജാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരോട് കുറച്ച് നേരം സംസാരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഹോം സ്റ്റേ ആണ്. അവിടെ ടോട്ടലായിട്ട് 3 റൂമും 2 അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. 6 പേർക്ക് 3000 രൂപയാണ് ഈ ഒരു ഹോം സ്റ്റേയിൽ വരുന്ന ചാർജ്. പിന്നെ ഈ ഒരു സ്റ്റേയിൽ നമുക്ക് ഫുഡ് ഇൻക്ലൂഡ് അല്ല. ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും അത്യാവശ്യം കുറച്ച് ടയർഡായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ വന്ന് കിടന്നു. കാരണം രാവിലെ 4 മണിക്ക് നമുക്ക് ജീപ്പ് വരും. അങ്ങനെ 2ാമത്തെ ദിവസമായി. സമയം രാവിലെ 4:15. എല്ലാവരും നേരത്തെ എണിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ടോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിന്നു. നമ്മുടെ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ചായ എല്ലാം കുടിച്ച് നമ്മുടെ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും മാത്രമാണ് ഞങ്ങൾ ടോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ബാക്കി നമ്മുടെ ലഗേജ് ഒക്കെ റൂമിൽ തന്നെയാണ് വെക്കുന്നത്. എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? വലിയ തണുപ്പില്ല, നമ്മൾ ഉദ്ദേശിച്ച അത്ര തണുപ്പൊന്നും വന്നിട്ടില്ല. തണുപ്പില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വിചാരിച്ച അത്ര തണുപ്പൊന്നും ഇല്ല. പിന്നെ പക്ഷെ മേലേക്ക് പോകുമ്പോ ഇനി കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ തണുപ്പ് എന്തായാലും ഇപ്പൊ ഇല്ല. ഇതിപ്പോ ഫെബ്രുവരി ലാസ്റ്റ് ആയല്ലോ. അങ്ങനെ നമുക്ക് പോകാനുള്ള നമ്മുടെ ജീപ്പ് വന്നു. ഒരു ജീപ്പിൽ മാക്സിമം 6 പേർക്ക് മാത്രമേ കൊലുക്കുമലയിലേക്ക് പോകാൻ സാധിക്കൂ. 6 പേർക്ക് ഒരു ജീപ്പിന് 3000 രൂപയാണ് സൂര്യനെല്ലിയിൽ നിന്ന് കൊലുക്കുമലയിലേക്ക് പോയിട്ട് വരാനുള്ള ചാർജ്. നമ്മളിവിടെ തലേദിവസം വന്ന് സ്റ്റേ ചെയ്യാതെ രാവിലെ ഡയറക്റ്റ് ആയിട്ട് വന്നിടുന്ന ജീപ്പ് എടുത്താലും ഈ ഒരു 3000 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ടോപ്പിലേക്ക് പോകുന്നതിന് മുന്നേട്ട് പുള്ളിക്കാരൻ നമുക്ക് ചെറിയൊരു ഫോം വരും. അതിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇത് ഫില്ല് ചെയ്യണം. കാരണം ഈ ഒരു ഫോം അവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് വേണം നമുക്കുള്ള എൻട്രി പാസ് എടുക്കാൻ. നമ്മളത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി എൻട്രി പാസ് ഒക്കെ പുള്ളിക്കാരൻ തന്നെ എടുത്തോളും. അങ്ങനെ നമ്മുടെ റൂമിന്റെ അവിടുന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു. റൂമിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചെക്ക് പോസ്റ്റിലേക്ക്. പ്രൈവറ്റ് വണ്ടി വന്നാൽ തിരക്കില്ലെന്ന് ആരാ പറഞ്ഞു? തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ച ഇതിനേക്കാളും തിരക്കുണ്ടാവണോ? ഇതിനേക്കാളും ഇവിടെ നമ്മുടെ വണ്ടി പോകുള്ളൂ. ഓടും ഓടും. ഇതാണ് സൂര്യനെല്ലിയിലെ ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് പാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി കൊലുക്കുമലയിലേക്ക് പോകാൻ. നമ്മുടെ എൻട്രി പാസ് ഒക്കെ നമ്മുടെ ജീപ്പിലെ ചേട്ടൻ തന്നെ സെറ്റ് ചെയ്ത് തരും. നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. 3000 രൂപയിലെ 600 രൂപ നമ്മുടെ എൻട്രി ഫീസും ബാക്കി 2400 രൂപ ജീപ്പിന്റെ എമൗണ്ടുമാണ്. അതിൽ കൂടുതൽ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് ഇതുവരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇവിടെ നിന്ന് ജീപ്പിൽ മാത്രമേ കൊലുക്കുമലയുടെ ടോപ്പിലേക്ക് പോകാൻ സാധിക്കൂ. നമുക്കിവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് രാവിലെ 4:30 ശേഷമാണ് ടോപ്പിലേക്ക് പോകാനുള്ള പെർമിഷൻ ഉള്ളത്. അങ്ങനെ പാസ് എടുത്ത ശേഷം ഓരോ ജീപ്പായിട്ട് മുകളിലോട്ട് കടത്തിവിടാൻ തുടങ്ങി. ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നെടുത്ത എൻട്രി പാസ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെക്ക് പോസ്റ്റ് വരും. അവിടെ നമ്മൾ ഈ ഒരു പാസ് കാണിച്ചു കൊടുക്കണം. പിന്നെ ഞങ്ങൾ വന്നത് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പാസ് കിട്ടി. വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ പാസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊലുക്കുമലയിലേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ എൻട്രി പാസ് കൊടുത്തിട്ട് നമുക്ക് മുകളിലോട്ട് പോവാൻ. ടോപ്പിലേക്കുള്ള 10 കിലോമീറ്ററിലെ 7 കിലോമീറ്ററോളം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക് ആയിരിക്കും.
അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലേക്ക് എത്താനായി. ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. പിന്നെ ഇവിടെ ഇരുവശത്തുമായിട്ട് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. തിരിച്ചു വരുന്ന സമയത്ത് ആ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിപ്പോൾ ടോപ്പിലേക്ക് എത്തി. സമയം രാവിലെ 5:40. ഇതുവരെയാണ് നമ്മുടെ ജീപ്പ് ഉള്ളത്. ഇനി ഇവിടുന്ന് വ്യൂ പോയിന്റിലേക്ക് നമുക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഒരു ക്യാൻറ്റീനും അതേപോലെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ചെറിയ ക്യാമ്പിംഗ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയുണ്ട് മറ്റേ ഓഫ് റോഡ്? നമുക്ക് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ജീപ്പ് എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിൽ ഇരുന്നിട്ട് ബാക്കിൽ ഫ്രണ്ടിൽ വലിയ ഒരു വാഷിംഗ് മെഷീനിൽ അലക്കണ ഒരു സ്ഥിതിയായിരുന്നു. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ ടോപ്പിലോട്ട് കയറി വന്നത്. ഇവിടെ നമുക്കിപ്പോൾ ചായയും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആവേണ്ടവർക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം. പിന്നെ ഇവിടെ കൊലുക്കുമല വ്യൂ പോയിന്റ് മാത്രമല്ലാതെ ബോസ് പീക്ക് എന്ന മനോഹരമായ മറ്റൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. ബോസ് പീക്കിലേക്ക് ഒരാൾക്ക് 700 രൂപ സെപ്പറേറ്റ് എൻട്രി ഫീസ് ഉണ്ട്. ഈ കാണുന്ന ലെഫ്റ്റിലെ വഴിയിലൂടെ ഏകദേശം 45 മിനിറ്റോളം ട്രക്ക് ചെയ്തവണ് നമുക്ക് ബോസ് പീക്കിന്റെ ടോപ്പിലേക്ക് എത്താൻ. അപ്പോൾ അതിന്റെ വിശദമായ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടീ ഫാക്ടറി ഉള്ളത് ഈ ഒരു കൊലുക്കുമല്ലിലാണ്. ഈ ഒരു ക്യാൻറ്റീൻ ഏകദേശം 1 കിലോമീറ്റർ കൂടി മുകളിലോട്ട് പോയാൽ നമുക്ക് ആ ഒരു ടീ ഫാക്ടറിയിലേക്ക് എത്താം. ഞങ്ങൾ എന്തായാലും ഇത്തവണ അങ്ങോട്ടേക്ക് പോയില്ല. നേരെ സൺറൈസ് എല്ലാം കണ്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി. പിന്നെ കൊലുക്കുമലയിലെ സൺറൈസ് കാണാൻ വരുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ 2 വ്യൂ പോയിന്റുകളുണ്ട്. ഒന്ന് സിംഗപ്പാറ വ്യൂ പോയിന്റും മറ്റൊന്ന് ഈ ഒരു ക്യാൻറ്റീന്റെ തൊട്ടു പുറകിലുള്ള ഒരു സൺറൈസ് വ്യൂ പോയിന്റുമാണ്. ഈ ഒരു ക്യാൻറ്റീൻ എത്തുന്നതിന്റെ 300 മീറ്റർ പുറകിലായിട്ടാണ് സിംഗപ്പാറ വ്യൂ പോയിന്റ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ സിംഗപ്പാറിൽ ഇറങ്ങാതെ നേരെ ടോപ്പിലേക്ക് വന്നു. ഇവിടെ ചെറിയൊരു സൺറൈസ് വ്യൂ പോയിന്റ് ഉണ്ടെങ്കിലും ഇവിടത്തെക്കാളും ഏറ്റവും മനോഹരം സിംഗപ്പാറയിൽ നിന്നുള്ള സൺറൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് സിംഗപ്പാറയിലേക്ക് 300 മീറ്ററോളം നടന്നാണ് പോയത്. നമ്മൾ കറക്റ്റ് സമയം നമ്മൾ സംഭവം വഴി മാറി. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷെ നമ്മൾ ഫൈനൽ നമ്മൾ അവിടെ തന്നെ എത്തി. ഓടി കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവസാനം നമ്മളിപ്പോൾ സിംഗപ്പാറ എത്തി. സമയം 6:30. നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പിലേക്ക് പോവാതെ ആദ്യം തന്നെ ഇവിടെ ഇറങ്ങി സിംഗപ്പാറിൽ നിന്നുള്ള സൺറൈസ് എല്ലാം കണ്ട് പിന്നീട് ടോപ്പിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ ആദ്യം തന്നെ ടോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് സൺറൈസ് എല്ലാം കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് സിംഗപ്പാറയിൽ വന്നിട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ടോപ്പിലുള്ളതിനേക്കാളും ഏറ്റവും മനോഹരം ഇവിടെ നിന്നുള്ള സൺറൈസ് കാണാനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്നോടി തിരിച്ച് സിംഗപ്പാറയിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. വെറൈറ്റി എക്സ്പീരിയൻസ് ഇല്ലേ? നല്ല എക്സ്പീരിയൻസ്. വഴി മാറി വഴിയിലേക്ക് വരുന്നു. നമ്മൾ പോയത് അവിടെ നിന്നുണ്ട്. അതാണ് അവിടെ അത് ആ കണ്ണാണ് ബോസ് പീക്ക്. എനിക്ക് തോന്നുന്നു അതെ ബോസ് പീക്ക്. അതിനവിടെ ആൾക്കാരുണ്ട്. ആ നമുക്ക് ഇതാണ് പോകേണ്ടത്. നോക്കാം. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ സൺറൈസ് സ്പോട്ടുള്ളൊന്നാണ് ഈ ഒരു കൊലുക്കുമല. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7130 അടി ഉയരത്തിലാണ് കൊലുക്കുമല സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ ഫാക്ടറി ഉള്ളത് ഈ ഒരു കൊലുക്കുമലയിലാണ്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ബോധനായികനൂർ താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കൊലുക്കുമലെങ്കിലും ഇവിടേക്ക് കേരളത്തിലൂടെ മാത്രമേ പ്രവേശനമുള്ളൂ. അതായത് നിലവിലിപ്പോൾ നമ്മുടെ മൂന്നാറിലെ സൂര്യനെല്ലി വഴി മാത്രമേ കൊലുക്കുമലയിലേക്ക് വരാൻ സാധിക്കൂ. സൂര്യനെല്ലിയിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് രാവിലെ 4 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് കൊലുക്കുമലയിലേക്കുള്ള എൻട്രി ഉള്ളത്. വൈകുന്നേരം വന്നാൽ നമുക്ക് ഇവിടെ നിന്നുള്ള സൺസെറ്റ് കാണാൻ സാധിക്കും. പക്ഷേ സൺസെറ്റിനേക്കാളും ഏറ്റവും മനോഹരം ഇവിടെ നിന്നുള്ള സൺറൈസ് ആണ്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇവിടെ നിന്നുള്ള സൺറൈസ് കാണാൻ വേണ്ടി ദിവസവും രാവിലെ കൊലുക്കുമലയിലേക്ക് വരുന്നത്. ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഞായറാഴ്ചയൊക്കെ വന്നു വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ച വന്നത്. പക്ഷേ എന്നിട്ടും ഇവിടുത്തെ തിരക്കിനൊരു കുറവുമില്ല. ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ഇതിനേക്കാളും ഭയങ്കര തിരക്കായിരിക്കും. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കാഴ്ചയാണ് ഇവിടെ നിന്നുള്ള ആ ഒരു സൺറൈസ്. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള ആ ഒരു കാഴ്ച കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും എത്രയോ മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ച നേരിട്ട് കാണാൻ.
പിന്നെ ഇവിടുത്തെ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ തോന്നില്ല, കാരണം ഇവിടുത്തെ ആ ഒരു കാഴ്ച കണ്ട് നമ്മളങ്ങനെ നിന്ന് പോകും. എന്തായാലും ഈ ഒരു യാത്രയിലെ മാക്സിമം കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു യാത്രയെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ വിശദമായി ഞാൻ പറയുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റിന്റെ റൈറ്റ് സൈഡായി നമുക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. എങ്ങനെയുണ്ട് സീൻ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി? ഭയങ്കര. ഞായറാഴ്ച വന്ന് നല്ല തിരക്കാരി കൊണ്ട് വന്നാണ്. ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടുതലാന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച വന്നപ്പോ ഇതാണ് കിടക്കണേ. പിന്നെ ഡിസംബറിലോ ജനുവരിയിലൊക്കെ വന്നു വെച്ചാൽ ഇതിനേക്കാളും നല്ല ക്ലൗഡ് ബിഡ് കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ പോയ സമയത്തുള്ള ഈ ഒരു കാഴ്ചയും ഞങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. കൊലുക്കുമലയിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ഇവിടുത്തെ രാവിലെയുള്ള സൺറൈസ് കാണാൻ വേണ്ടി വരാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിന്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ സാധിക്കൂ. അങ്ങനെ ഇവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുത്ത് ഞങ്ങൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോയി. ഇവിടുന്ന് ഒരു 100 മീറ്ററോളം താഴേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് അവസാനമായിട്ട് ഒരു പുലിയുടെ ഫേസുള്ള ഒരു പാറയുണ്ട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവരെന്തായാലും ഈ ഒരു സ്പോട്ട് മിസ്സാക്കരുത്. പിന്നെ താഴേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം ഇറങ്ങിപ്പോവാൻ, കാരണം അത്യാവശ്യം നല്ല സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും തന്നെ ഫോട്ടോസ് എടുക്കാനുള്ള ഭയങ്കര തിരക്കിലാണ്. ഇതാണ് ആ ഒരു സിംഗപ്പാറ. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. വെറുതെ എങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവിടെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. സമയം 8 മണി കഴിഞ്ഞു. ഇവിടെ അത്യാവശ്യം നല്ല വെയിലായി തുടങ്ങി. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് രാവിലെ ആണെങ്കിലും അതേപോലെ തലേദിവസം രാത്രി ആണെങ്കിലും വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ജീപ്പ് നിർത്തി അവിടെ എത്തി. ഇവിടുന്ന് നമ്മളീ പോയി വന്ന വ്യൂ പോയിന്റിലേക്ക് ഏകദേശം 300 മീറ്റർ മാത്രമേ നടക്കാനുള്ളൂ. ഇനി ഇവിടുന്ന് തിരിച്ച് സൂര്യനെല്ലി എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലേക്ക് പോകാൻ. പോലെ വായിന്നൊക്കെ പുക വരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഈ ഒരു ജീപ്പിന്റെയും അതേപോലെ തന്നെ സ്റ്റേയുടെയും ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തിരിച്ചു പോകുന്ന സമയത്ത് ഇരുവശത്തുമായിട്ട് നമുക്ക് മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്നുള്ള ഈ ഒരു കാഴ്ചകളെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല, കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും കാണാൻ. പിന്നെ കൊലുക്കുമലയിലേക്ക് നമുക്ക് പാക്കേജ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ വന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് വരാം. എറണാകുളത്തു നിന്നുള്ള ട്രാവലിങ്ങും ഫുഡും സ്റ്റേയും പിന്നെ ഈ ഒരു ജീപ്പും ഉൾപ്പെടെ ഞങ്ങൾ ഒരാൾക്ക് വന്ന ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1600 രൂപ മാത്രമാണ്. പാക്കേജ് എടുത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കാളും എമൗണ്ട് കൂടുതലായിരിക്കും, പക്ഷേ അതിൽ വേറെ കുറേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സിനെ കുറിച്ച് ഒന്നും പറയാനില്ല, കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് അവർ ഈ റൂട്ടിലൂടെ ജീപ്പ് ഓടിക്കുന്നത്. തിരിച്ചിറങ്ങുന്നതിനേക്കാളും ഏറ്റവും ഡേഞ്ചർ ടോപ്പിലോട്ട് കയറുന്ന സമയത്താണ്. നമ്മുടെ ജീപ്പിലെ ചേട്ടൻ്റെ പേര് രാഹുൽ എന്നായിരുന്നു. പുള്ളിക്കാരൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 9 മണിക്ക് നമ്മൾ തിരിച്ച് സൂര്യനെല്ലിയിലേക്ക് എത്തി. പിന്നെ റൂമിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഫ്രണ്ടിലുള്ള ഹോട്ടലിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തേക്ക് പോയി. സൂര്യനെല്ലിയിൽ നിന്ന് രാവിലെ 10 മണിക്ക് എറണാകുളത്തേക്ക് ഒരു KSRTC ബസ്സുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിലാണ് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോയത്.
അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയും അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് കുറേ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു യാത്രയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.